ജയകൃഷ്ണനാണ്. ഇന്നൊരു പുതിയ ഒരു പരീക്ഷണവുമായിട്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. വാദ്യലോകത്ത് തന്നെ സക്സസ് ആയാൽ അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പരീക്ഷണം. ബാക്കി എല്ലാ മേഖലയിലും നമുക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും മറ്റും ഒരുപാട് വന്നു. ചെണ്ടക്കുറ്റി, ഫൈബറിന്റെ കുറ്റി വന്നു. തിമില വട്ടം, ഫൈബറിന്റെ വട്ടങ്ങൾ വരാൻ തുടങ്ങി. നമ്മൾ ചണത്തിന്റെ കയർ മാറി, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കയറാക്കി. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വന്നു. എന്നാൽ ചെണ്ട വട്ടത്തിൽ മാത്രം നിലവിൽ വളയൽ ഫൈബറായി എന്നതല്ലാതെ തോലിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് ചരിത്രത്തിലാദ്യമായി ചെണ്ടവട്ടം ഫൈബർ വളയലിൽ ഫൈബർ വട്ടങ്ങളായിട്ട് നിർമ്മിച്ചിട്ട് ചെണ്ട കോർത്തെടുത്തുകയാണെന്ന് അതിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എന്താ അവസ്ഥ എന്നറിയില്ല. ശബ്ദിക്കൂലയോ, നന്നാവോ, മോശമാവോ ഒന്നും അറിയില്ല. ഒരു പരീക്ഷണം എന്ന നിലയിൽ ആദ്യമായിട്ട് എന്റെ അടുത്ത ഒരു സുഹൃത്ത് നിർമ്മിച്ചു തന്നതാണ്. അദ്ദേഹത്തെ വിശദമായി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. അസാധ്യനായ ഒരു കലാകാരനാണ്. ഇങ്ങനെയുള്ള വട്ടങ്ങളുടെയൊക്കെ നിർമ്മാണത്തിൽ ഒന്നും പറയാനില്ല. അത്രക്ക് ഗംഭീരമായിട്ട് അത് ചെയ്യുന്ന ഒരു കലാകാരൻ. അപ്പൊ അദ്ദേഹം നിർമ്മിച്ചു തന്ന വട്ടാണ്. ആ വട്ടം ഒരു കുറ്റിക്ക് കോർത്തിരുത്തിയിട്ട് ചെണ്ടയാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. നമുക്ക് നോക്കാം, ശബ്ദിക്കുമോ, എന്താ അവസ്ഥ, എങ്ങനെയാവുന്നൊക്കെ നമുക്ക് നേരിട്ട് നോക്കാം.
അപ്പോൾ നമ്മള് ഫൈബർ വട്ടം, അതായത് പൂർണ്ണമായും ഫൈബർ വട്ടം, ഇത് സാധാരണഗതിയിൽ നമ്മൾ തോലാണ് ഉപയോഗിക്കുക. ആ തോലിന് പകരം നമ്മൾ തിമിലവട്ടമൊക്കെ മാടുന്ന പോലത്തെ ഫൈബർ ഷീറ്റ് വെച്ചിട്ട് ഫൈബറിന്റെ വളയലിന് മാടിയ ഫൈബർ വട്ടാണിത്, പൂർണ്ണമായും ഫൈബർ വട്ടം. ആ ഫൈബർ വട്ടം കോർത്ത ചെണ്ട റെഡിയായിട്ടുണ്ട്. ഞാൻ റെഡിയാക്കുന്നത് ഓൾറെഡി കാണിച്ചു നിങ്ങളെ. അപ്പോൾ നമുക്കിതിന്റെ ശബ്ദവും ബാക്കി കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. മേൽവട്ടം മാത്രമാണ്, അതായത് കൊട്ടുവട്ടം മാത്രമാണ് നമ്മൾ ഫൈബർ ആക്കിയിട്ടുള്ളത്. ബാക്കി അടിവട്ടമൊക്കെ സാധാരണ തോലിന്റെ വട്ടം തന്നെയാണ്, കുറ്റി പ്ലാവിന്റെ കുറ്റി തന്നെയാണ്. ബാക്കി സാധനങ്ങളൊന്നും മാറിയിട്ടില്ല. കൊട്ടുവട്ടം മാത്രം ഫൈബർ ആക്കിയിട്ട് ഒരു പരീക്ഷണം എന്ന നിലയിൽ ചെയ്തു നോക്കിയാണ്. ശബ്ദം അത്യാവശ്യം ചെണ്ടയുടെ ശബ്ദം തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. ചെണ്ടയുടെ അതേ ശബ്ദം തന്നെ പുറപ്പെടുവിക്കാൻ ഫൈബറിനും പറ്റുന്നുണ്ട്, തോലിന്റെ ശബ്ദം തന്നെ. ശബ്ദത്തിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഒന്നും കൂടെ നന്നാക്കിയിട്ട് ഫൈബറിന്റെ വട്ടം എന്തായാലും ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, ഇത്ര കനമുള്ള വളയലിനാവുമ്പോ നമുക്ക് വട്ടം ഇരുന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോ വളയലിന്റെ കുറച്ച് കനം കുറച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് ഇതിന് ആകെ പ്രശ്നം വരാൻ സാധ്യതകള് കണ്ണ്, പ്ലാസ്റ്റിക്കിന്റെ കയറ് നമ്മൾ ഇടുമ്പോൾ കണ്ണ് വേഗം കീറിപ്പോകുന്നുണ്ട്. അതിപ്പുറം ഭാഗം കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, കണ്ണ് അതുപോലെ അരുവറ്റ് ഒട്ടിച്ചത് പറഞ്ഞു പോകുന്നുണ്ട്, കണ്ണ് കീറിപ്പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊരു വട്ടം കൂടി ചെയ്തെടുത്താൽ ഫൈബർ സക്സസ് ആവുന്ന തന്നെയാണ് പ്രതീക്ഷ. വളയലിന്റെ കനം കുറയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാണാൻ ചെറിയൊരു ഭംഗിക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, ഭംഗി കുറച്ച് കുറയും എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ആവാതിരിക്കില്ല എന്ന് വിചാരിക്കാം. ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്. അപാകതകൾ എന്ന് പറഞ്ഞുകൂടാ, നമ്മളൊരു സാധനം പുതിയതായിട്ട് നിർമ്മിക്കുമ്പോൾ അതിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ആ മാറ്റങ്ങൾ കൂടെ വരുത്തിയിട്ട് അദ്ദേഹവുമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കാം ഏതായാലും. അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി.